നടൻ ജയസൂര്യയുടെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറെ കയ്യേറ്റം ചെയ്തതായി പരാതി. കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ജയസൂര്യയുടെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ സജീവൻ നായർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. ജയസൂര്യയുടെ കൂടെ വന്ന ആളുകൾ കയ്യേറ്റം ചെയ്തുവെന്നാണ് ഇപ്പോൾ പരാതി. നമുക്ക് ആദ്യം ആ പ്രതികരണം കേട്ട് മടങ്ങിയെത്താം. മാധ്യമപ്രവർത്തനം പിടിച്ചിട്ടുണ്ട്. വേറെ തമാശ കേട്ടോ. കൊട്ടിയൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോൾ പോലീസിലെ പരാതി നൽകിയിരിക്കുകയാണ് ഈ ഒരു കൊട്ടിയൂർ ദേവസ്വം ബോർഡ്. നടൻ ജയസൂര്യയുടെ കൂടെയുള്ളവർ അകാരണമായിട്ട് മർദ്ദിച്ചുവെന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത്. ദേവസ്വം ഓഫീസർ വിളിച്ചു വരുത്തിയതിനെ തുടർന്നാണ് സജീവ് എത്തി ഈ ഒരു ദൃശ്യം പകർത്തിയെന്നതിനും പരാതിയിലുണ്ട്. കൊട്ടിയൂരിലെ ക്ഷേത്ര ദർശനത്തിന് ജയസൂര്യ എത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് ഈ സംഭവം. നടന്റെ ചിത്രം പകർത്താൻ ശ്രമിച്ചപ്പോഴാണ് ഫോട്ടോഗ്രാഫർക്ക് മർദ്ദനമേറ്റത്. ഫോട്ടോഗ്രാഫർ സജീവൻ നായരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജയസൂര്യയുടെ കൂടെ വന്ന ആളുകൾ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. നടന്റെ കൂടെ ഉണ്ടായിരുന്നവർ മർദ്ദിക്കുകയും ക്യാമറ ലെൻസ് പിടിച്ച് തിരിക്കുകയും ഒക്കെ ചെയ്തു എന്ന് സജീവന്റെ പരാതിയിലുണ്ട്. തന്റെ വയറിനിട്ട് ഇടിച്ചതായാണ് സജീവൻ പറയുന്നത്. തുടർന്ന് സജീവൻ ആശുപത്രിയിൽ ചികിത്സ തേടുകയും കൊട്ടിയൂർ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്യുകയായിരുന്നു. ആ വീഡിയോയിൽ താൻ ദേവസ്വം ഫോട്ടോഗ്രാഫറാണെന്ന് സജീവൻ പറയുന്നത് വ്യക്തമായിട്ട് തന്നെ കേൾക്കാം. അപ്രതീക്ഷിതമായിട്ട് കണ്ട നടന്റെ ഫോട്ടോ എടുക്കാനായി ഭക്തരും തിങ്ങിക്കൂടുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് സജീവന് മർദ്ദനമേറ്റത്. ക്യാമറ ലെൻസ് പിടിച്ച് തിരിക്കുകയും വയറിനിട്ട് ഇടിക്കുകയും ചെയ്തതായിട്ടാണ് സജീവ് പറയുന്നത്. അതുമാത്രവുമല്ല, തന്നെ മർദ്ദിച്ചവരെ കണ്ടാൽ അറിയാമെന്നും നടനൊപ്പമുള്ളവരാണെന്നാണ് ഇയാൾ പറയുന്നത്. ഈ ഒരു സംഭവം ജയസൂര്യ അറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാനും നടൻ തയ്യാറായിട്ടുമില്ല. ജയസൂര്യ കടന്നുപോയതിന്റെ പിന്നാലെയാണ് ദേവസ്വം ഫോട്ടോഗ്രാഫറായ സജീവനെ ഈ ഒരു സംഘം മർദ്ദിച്ചത്. ദേവസ്വം ബോർഡ് തന്നെ വൈശാഖ മഹോത്സവം കഴിയും വരെ ഫോട്ടോ എടുക്കാൻ താൽക്കാലികമായി ഏർപ്പാടാക്കിയ ആളാണ് സജീവൻ നായർ. ഇദ്ദേഹം ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. ജയസൂര്യ ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇദ്ദേഹം ഫോട്ടോ എടുത്തത്. ഇതിനിടയിലാണ് ഇങ്ങനെയൊരു കയ്യേറ്റവും നടന്നത്. ജയസൂര്യയുടെ കൂടെ എത്തിയവർ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിലക്കുകയും ക്യാമറയ്ക്ക് നേരെ കൈ ഉയർത്തുകയും ചെയ്യുകയായിരുന്നു. സജീവനെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊട്ടിയൂരിലെ ഒരു ആശുപത്രിയിലാണ് സജീവൻ ഇപ്പോൾ ചികിത്സയിലുള്ളത്.